അൽ വഹദത്തുർ റാബിയ രണ്ടാം ക്ലാസ്സിലെ വർക്ക് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് അലിഫ്ലാം കൊണ്ടുള്ള പ്രവർത്തനമാണ്. നുക്മിലുബി അലിഫ്ലാം വനക്രവ്. ഇവിടെ കുറേ ചിത്രങ്ങൾ കാണുന്നില്ലേ? ആദ്യമുള്ളത് പേന, പിന്നെ ബാഗ്, നായ, പഴം, അങ്ങനെ കുറേ ചിത്രങ്ങളുണ്ട്. ഇവയുടെയൊക്കെ വാക്കുകൾ നമ്മൾ ഇവിടെ എഴുതണം. ഉദാഹരണമായിട്ട് ഏറ്റവും ആദ്യം പേനയുടെ വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേനക്ക് എന്താ പറയുക? കലമുൻ. കലമുൻ എന്നിവിടെ എഴുതിയത് കാണാം. ഇവിടെ ഈ കോളത്തിൽ കലമുൻ എന്ന് എഴുതി. അടുത്ത കോളത്തിൽ എന്താണ് എഴുതിയത്? അൽ കലമു. കലമിൻ്റെ കൂടെ അലിഫ്ലാം ചേർത്ത് കൊണ്ടാണ് അടുത്ത കോളത്തിൽ എഴുതിയിരിക്കുന്നത്. അതേപോലെ മറ്റുള്ള എല്ലാ വാക്കുകളും നമ്മൾ അങ്ങനെ എഴുതണം. ആദ്യത്തെ കോളത്തിൽ അലിഫ്ലാം ചേർക്കാതെ എഴുതണം. രണ്ടാമത്തെ കോളത്തിൽ അലിഫ്ലാം ചേർത്ത് കൊണ്ട് എഴുതണം. എന്നിട്ടത് വായിക്കണം. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആദ്യത്തെ വാക്ക് ഹക്കീബത്താണ് അല്ലേ? എന്താ ഹക്കീബത്ത്? ബാഗ്. ഹക്കീബത്തുൻ എന്നിവിടെ എഴുതിയിട്ടുണ്ട്, അലിഫ്ലാം ഇല്ലാതെ. ഇനി അടുത്ത കോളത്തിൽ അലിഫ്ലാം ചേർത്ത് കൊണ്ട് എഴുതിയത് നോക്കൂ. അൽ ഹക്കീബത്തു. ഹക്കീബത്തുൻ അൽ ഹക്കീബത്തു, ബാഗ്. അടുത്ത ആളാരാണ്? ഒരു നായാണ് അല്ലേ? നായക്ക് എന്താ പറയുക? കൽബുൻ. ഒന്നാമത്തെ കോളത്തിൽ കൽബുൻ എന്നെഴുതി. രണ്ടാമത്തെ കോളത്തിൽ അലിഫ്ലാം ചേർത്ത് കൊണ്ട് അൽ കൽബു എന്ന് എഴുതി. മൂന്നാമത്തെ വരിയിലുള്ള ചിത്രം പഴമാണ്. പഴത്തിന് എന്ത് പറയും? മൗസുൻ. അലിഫ്ലാം ചേർക്കാതെ ആദ്യത്തെ കോളത്തിൽ എഴുതി. രണ്ടാമത്തെ കോളത്തിൽ അൽ മൗസു, അലിഫ്ലാം ചേർത്ത് കൊണ്ട് എഴുതി. ഇനി അടുത്ത ചിത്രം ഒരു കുളം അല്ലേ? കുളത്തിന് എന്ത് പറയും? ബിർക്കത്തുൻ. അലിഫ്ലാം ചേർത്താൽ അൽ ബിർക്കത്തു. ഓക്കെ. പിന്നെയുള്ളത് പനിനീർ പൂവാണ്, റോസാപ്പൂ. അതിന് അറബിയിൽ വർദ്ധത്തുൻ എന്നാണ് പറയുക. അലിഫ്ലാം ചേർത്തുകൊണ്ട് അൽ വർദ്ധത്തു. പിന്നെ ആന. ആനക്ക് എന്ത് പറയും? ഫീലുൻ. അലിഫ്ലാം ചേർത്താൽ അൽ ഫീലു. പിന്നെയുള്ളത് എന്താ? കക്കിരി, കുക്കുംബർ അല്ലേ? അതിന് അറബിയിൽ ഖിയാറുൻ എന്നാണ് പറയുക. ഖിയാറുൻ. അലിഫ്ലാം ചേർത്ത് അൽ ഖിയാറു. പിന്നെ നമ്മുടെ ഖുറാബ്. ഖുറാബുൻ അൽ ഖുറാബു. പിന്നെ പതാക. പതാകയ്ക്ക് അലമുൻ. അലിഫ്ലാം ചേർത്താൽ അൽ അലമു. ചെവി. ഉദുനുൻ അൽ ഉദുനു. കൈ. കൈക്ക് യദുൻ. യദുൻ അൽ യദു. പിന്നെ ഉള്ളത് നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ച ജറാദാണല്ലേ? ജറാദുൻ അൽ ജറാദു. പിന്നെ ഇതെന്താണ്? സമ്മാനമാണ്, സമ്മാനം. സമ്മാനത്തിന് എന്താണ് പറയുക? ഹദിയത്തുൻ. അത് അലിഫ്ലാം ചേർത്താൽ അൽ ഹദിയത്തു. ഓക്കെ. ഇപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇവിടെയുള്ള വാക്കുകളെല്ലാം തുടങ്ങിയിരിക്കുന്നത് ഹർഫുൻ കമരിയുൻ, കമരിയായ അക്ഷരം കൊണ്ടാണ്. കമരിയായ അക്ഷരത്തിൻ്റെ മുമ്പിൽ അലിഫ്ലാം വന്നാൽ അലിഫ്ലാമിലെ ലാം ഉച്ചരിക്കും. ഇവിടെ അൽ ഹക്കീബത്തു, അൽ കൽബു, അൽ മൗസു, അൽ ബിർക്കത്തു, അങ്ങനെ എല്ലാ വാക്കിൻ്റെയും അലിഫ്ലാമിലെ ലാമിനെ നമ്മൾ ഉച്ചരിച്ചിട്ടുണ്ട്. ഇൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ എന്താണ്? കമരിയായ അക്ഷരങ്ങളാണ്. ഈ വാക്കുകളുടെയൊക്കെ ആദ്യത്തിലുള്ള ഒന്നാമത്തെ അക്ഷരം ഏതൊക്കെയാണ്? ആ അക്ഷരങ്ങൾ ഹക്കീബത്തിലെ ഹ, പിന്നെയോ കൽബിൽ കാഫ്, മീമ്, പിന്നെ ബാ, അടുത്തത് വാവ്, ഫാ, ഖാ, ഗൈന്, ഐന്, ഹംസ, യാ, ജീമ്, ഹ. ഈ അക്ഷരങ്ങളൊക്കെയാണ് കമരിയായ അക്ഷരങ്ങൾ. ഇത് 14 അക്ഷരങ്ങളുണ്ട്. ഇനി അടുത്ത 14 അക്ഷരങ്ങൾ ശംസിയായ അക്ഷരങ്ങളാണ്. അവയുടെ മുമ്പിൽ അലിഫ്ലാം വന്നാൽ അലിഫ്ലാമിലെ ലാമിനെ ഉച്ചരിക്കാൻ പാടില്ല. ഇനി മറ്റൊരു കാര്യം,
എന്താണ്? ഇവിടെ അലിഫ്ലാം ചേർത്താൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഹഖീബത്തുൻ, കലമുൻ, കൽബുൻ, മൗസുൻ ഇങ്ങനെയുള്ള എല്ലാ വാക്കുകൾക്കും അലിഫ്ലാം ചേർത്തപ്പോൾ അവസാനമുള്ള തൻവീൻ കളഞ്ഞു. അലിഫ്ലാം ചേർത്തപ്പോൾ പിന്നെ തൻവീൻ കാണുന്നുണ്ടോ? ഇല്ല. കലമുൻ എന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമായ മീമിന് ഒരു തൻവീൻ ലമ്മാണുള്ളത് അല്ലേ? അതേപോലെ ഹഖീബത്തുൻ എന്നതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ ലമ്മ്. എല്ലാത്തിൻ്റെയും അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ കൊടുത്തിരിക്കുന്നത് കാണാം. ലമ്മ് തൻവീനായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് 2 ലമ്മ് കൊടുത്തിരിക്കുന്നത് കാണാം. 2 ലമ്മ് കൊടുത്താൽ, തൻവീൻ കൊടുത്താൽ എങ്ങനെയാണ് വായിക്കുക? കലമുൻ, ഹഖീബത്തുൻ, കൽബുൻ, മൗസുൻ അങ്ങനെ വായിക്കും. 1 ലമ്മാണെങ്കിലോ കലമു, ഹഖീബത്തു അങ്ങനെയാണ് വായിക്കുക. ഇനി ഇതിൻ്റെ കൂടെ അലിഫ്ലാം ചേർന്നപ്പോൾ തൻവീൻ ഒഴിവായിപ്പോയി അല്ലേ? ഇപ്പോൾ തൻവീൻ ഉണ്ടോ? അലിഫ്ലാമുള്ള ഭാഗത്ത് നോക്കൂ. അൽ കലമു എന്നാണ് ഉള്ളത്. അൽ കലമുൻ എന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് മനസ്സിലായി? അലിഫ്ലാം ചേരുകയാണെങ്കിൽ തൻവീൻ ചേർക്കാൻ പാടില്ല. ഓക്കെ. ഇനിയോ തൻവീനാണുള്ളതെങ്കിൽ അലിഫ്ലാമും ഉണ്ടാവുകയില്ല. ഒരു വാക്കിൽ അലിഫ്ലാമും അവസാനത്തെ അക്ഷരത്തിന് തൻവീനും ഒരുമിച്ച് വരികയില്ല എന്ന് മനസ്സിലായി. ഒന്നുകിൽ അലിഫ്ലാം ഉണ്ടാകും, അല്ലെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ ഉണ്ടാകും. ഇങ്ങനെയാണ് അറബിയിൽ വാക്കുകൾ എഴുതുക. അത് ഏത് വാക്കാണെങ്കിലും, ഹുറൂഫുൽ ഖമരിയ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിലും ശംസിയ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിലും ഒന്നുകിൽ അലിഫ്ലാം ഉണ്ടാകും, അല്ലെങ്കിൽ തൻവീൻ ഉണ്ടാകും. രണ്ടും കൂടെ ഒരുമിച്ച് വരാൻ പാടില്ല. ഇനി അടുത്ത പേജിൽ എന്താണുള്ളത്? അടുത്ത പേജിൽ നുക്മിലു ബി അലിഫ്ലാം വനക്രൗ. ഇതേ കാര്യം തന്നെ അലിഫ്ലാം ഇട്ടുകൊണ്ട് എഴുതാനും അലിഫ്ലാം ഇല്ലാതെ എഴുതാനും. ഇവിടെയും കുറേ വാക്കുകളുണ്ട്, കുറേ ചിത്രങ്ങളുണ്ട്. അവയുടെ പേരുകൾ നമ്മളിവിടെ എഴുതണം. ആദ്യത്തെ കോളത്തിൽ അലിഫ്ലാം ഇല്ലാതെ എഴുതണം, രണ്ടാമത്തെ കോളത്തിൽ അലിഫ്ലാം ചേർത്തുകൊണ്ട് എഴുതണം. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രം ആപ്പിളാണ് അല്ലേ? ആപ്പിൾ എന്താ പറയുക? തുഫാഹുൻ. അതിവിടെ കൊടുത്തിട്ടുണ്ട്, തുഫാഹുൻ. ഇനി അലിഫ്ലാം ചേർത്തപ്പോഴോ? അത്തുഫാഹു. ഓക്കെ. രണ്ടാമത്തെ വാക്ക് ഏതാണ്? ചിരിക്കുന്നതാരാ? ഷംസാണ് അല്ലേ? സൂര്യനാണ്. സൂര്യന് ഷംസുൻ എന്ന് പറയും. അലിഫ്ലാം ചേർത്തപ്പോൾ അഷംസു. പിന്നെ ചെണ്ടയാണ് അല്ലേ? അതിന് നമുക്ക് തൊബലുൻ എന്ന് പറയാം. അലിഫ്ലാം ചേർത്താൽ അത്തൊബലു. പിന്നെ പുഴുവാരാണ്? ദൂതത്ത് അല്ലേ? അദ്ദൂതത്തു. പിന്നെ കൊക്കിന് ലക്കലക്കുൻ. അലിഫ്ലാം ചേർത്താൽ അല്ലക്കലക്കു. പിന്നെ ഒരു നമിറാണല്ലേ? നമിറിന് അലിഫ്ലാം ചേർത്താൽ അന്നമിർ. ഇത് കടുവയാണല്ലേ? കടുവക്ക് ബബറുൻ എന്നും പറയും. തൽക്കാലം നമിർ പറയാം, അന്നമിർ. പിന്നെയുള്ളതാരാണ്? കോഴിക്കുട്ടിയാണ് അല്ലേ? കോഴിക്കുട്ടിക്ക് എന്ത് പറയും? സൂസുൻ. അലിഫ്ലാം ചേർത്താൽ അസൂസു. ഫിഷിന് സമക്കുൻ, അസമക്കു. ലിഫ്ദഉൻ, അല്ലിഫ്ദഉ. റിജിലുൻ എന്നാണ് വേണ്ടത്. അവിടെ തെറ്റിയിട്ട് റജുലുൻ എന്നാണുള്ളത്. റിജിലുൻ എന്ന് വായിക്കുക. റിജിലുൻ കാല്, അരിജിലു കാല്. ഓക്കെ. റജുലുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷൻ അല്ലേ? ഒരാൾക്കാണ് റജുലുൻ എന്ന് പറയുക. ഇവിടെ എഴുതുമ്പോൾ തെറ്റ് വന്നതാണ്. റിജിലുൻ കാല്, അരിജിലു. ഇനി സറാഫത്ത് ആരാണ്? ജിറാഫ് അല്ലേ? സറാഫത്തുൻ, അസറാഫത്തു. ലബിയുൻ, അല്ലബിയു. പിന്നെയോ സൂമുൻ, അസൂമു. സൂമുൻ എന്നെഴുതുമ്പോൾ വാവിൻ്റെ മേലെ സുക്കൂൻ ഇടണ്ട. കാരണം സു എന്ന് നീട്ടാൻ വേണ്ടിയാണ്. അവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. വാവിൻ്റെ മേലെ സുക്കൂൻ ഇട്ടുകൊണ്ടാണ് അവിടെ കാണുന്നത് അല്ലേ? അതുകൊണ്ട് ആ സുക്കൂൻ നമുക്ക് ഒഴിവാക്കാം. സൂമുൻ, അസൂമു. വെളുത്തുള്ളി. പിന്നെ ത്വാവൂസുൻ, മയിൽ, അത്വാവൂസു. അപ്പോൾ ഇവിടെയുള്ള വാക്കുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത് ശംസിയായ അക്ഷരങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അലിഫ്ലാം ചേർത്തപ്പോൾ ലാമിനെ ഉച്ചരിക്കാതെ പറഞ്ഞു അശംസു അത്തൊബുലു എന്നൊക്കെ.
ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അലിഫ്ലാം ചേർത്തപ്പോൾ നമ്മൾ തൻവീൻ ഒഴിവാക്കിയിട്ടുണ്ട്. അലിഫ്ലാം ചേർക്കുകയാണെങ്കിൽ തൻവീൻ ഒഴിവാക്കണം. ഇനി അടുത്ത പേജിലുള്ളത് എന്താണ് എന്ന് നോക്കാം. ത്വാ, ലാ എന്നീ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് എഴുതി പഠിക്കണം ഇവിടെ അല്ലേ. ത്വബലുൻ, ബത്തുനുൻ, ഖിത്തുൻ, സൗത്തുൻ. ഇവിടെയോ, ഇവിടെ എഴുതാനുണ്ട് ലുഫുറുൻ, ബത്തുനുൻ, മത്അമുൻ, മഹഫൂലുൻ. ഇവിടെ ഏറ്റവും അടിയിലുള്ള വാക്കുകളുണ്ടല്ലോ അതിൻ്റെ മേലെ കൂടെ എഴുതുക, പിന്നെ അതിൻ്റെ മേലെയുള്ള വരിയിൽ എഴുതുക, അങ്ങനെ മേലെയുള്ള വരികളിൽ എഴുതി പഠിക്കുക. അടുത്ത പേജിൽ ഫൗക്ക തഹത്ത എന്ന് കാണുന്നുണ്ടല്ലേ. നുക്കുമിൽ നമുക്ക് പൂരിപ്പിക്കാം. ഈ 4 വാക്കുകളാണ് പൂരിപ്പിക്കേണ്ടത്. ഒന്ന് ഫൗക്ക. ഫൗക്ക എന്ന് പറഞ്ഞാൽ എന്താ? മേലെ അല്ലേ, മുകളിൽ. തഹത്ത താഴെ അടിയിൽ. അമാമ മുമ്പിൽ. വറഅ പിന്നിൽ. ഈ 4 വാക്കുകളാണ് നമ്മൾ ചേർക്കേണ്ടത്. ഒന്നാമത്തെ ചിത്രം, ഒരു വീടിൻ്റെ മുകളിൽ കൂടെ എന്ത് പോകുന്നുണ്ട്? എയറോപ്ലെയിൻ പോകുന്നുണ്ട്. എയറോപ്ലെയിൻ എന്ത് പറയും? അത്തൊയ്യാറത്തു എന്ന് പറയും. അത്തൊയ്യാറത്തു എവിടെയാണുള്ളത്? വീടിൻ്റെ മുകളിലല്ലേ. അപ്പോൾ നമ്മൾ ഏത് വാക്കാണ് ഇവിടെ നിന്ന് വെക്കേണ്ടത്, പൂരിപ്പിക്കേണ്ടത്? ഫൗക്കയാണല്ലേ, മുകളിൽ എന്നുള്ളതിന് ഫൗക്ക. അപ്പോൾ ഫൗക്ക ഇവിടെ വെക്കുക. അത്തൊയ്യാറത്തു ഫൗക്കൽ ബൈത്തി. വിമാനം വീടിൻ്റെ മുകളിലാണ്. മനസ്സിലായല്ലോ? ശരി. ഇനി രണ്ടാമത്തെ ചിത്രം, ഒരു കാറ് ഒരു ലോറിയുടെ പിന്നിൽ പോകുന്നുണ്ടല്ലേ. അപ്പോൾ കാറ് ലോറിയുടെ പിന്നിലാണ് എന്നാണ് പറയേണ്ടത്. ഇവിടെ അസയ്യാറത്തു, കാറ് ഡേഷ് അഷാഹിനത്തി എന്നുണ്ടല്ലേ. ആ ഡേഷ് അവിടെ എന്ത് പൂരിപ്പിക്കും? അവിടെ നമ്മളിവിടെ നിന്നും വറാ അ എടുത്ത് പൂരിപ്പിക്കണം. പിന്നിൽ എന്നതിന് വറാ അ എന്നാണ് പറയുക. അപ്പോൾ അസയ്യാറത്തു വറാ അഷാഹിനത്തി, കാറ് ലോറിയുടെ പിന്നിലാണുള്ളത്. അങ്ങനെ എഴുതിയാൽ അടുത്ത ചിത്രം, ഒരു തവള കൂണിൻ്റെ അടിയിലിരിക്കുന്നുണ്ട് അല്ലേ. കൂണിന് ഫുത്തുർ എന്നാണ് പറയുക, തവളക്ക് ലഫ്ത. അൽ ലഫ്തഉ ഡേഷ് അൽ ഫുത്തുരി. അടിയിൽ, താഴെ എന്നതിൻ്റെ വാക്ക് ഏതാണ്? തഹത്തയാണല്ലേ. അതുകൊണ്ട് തഹത്ത അവിടെ എഴുതുക. അൽ ലഫ്തഉ തഹത്തൽ ഫുത്തുരി. തവള ഫുത്തുറിൻ്റെ താഴെയാണുള്ളത്. പിന്നെ ഒരു കുട്ടി വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. മുമ്പിൽ എന്നുള്ളതിൻ്റെ വാക്ക് ഏതാണ്? അമാമ. അപ്പോൾ അമാമ അവിടെ എഴുതുക. അൽ വലതു അമാമൽ ബൈത്തി. കുട്ടി വീടിൻ്റെ മുമ്പിലാണ്. ഓക്കെ. അപ്പോൾ അത് 4 വാക്കുകളും നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ താ കൊണ്ടുള്ള വാക്കുകൾ എഴുതണം. തൈസുൻ, കിതാബുൻ, ബിന്തുൻ, തൂത്തുൻ. ഇവിടെ എന്ത് ചെയ്യുക? തമ്രുൻ, ബുസ്താനുൻ, ബൈത്തുൻ, ഹൂത്തുൻ. ആ വാക്കുകൾ ഇവിടെ എഴുതുക. ആദ്യം അടിയിൽ, പിന്നെ മേലെ, അങ്ങനെ എഴുതി വരിക. അടുത്ത പേജിൽ താ തന്നെയാണ്. താ ഉൻ മർബൂത്തത്തുൻ, ഹാ താ എന്ന് പറയും അല്ലേ. ആ താ മർബൂത്ത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഫറാശത്തുൻ, ഖത്തറത്തുൻ. കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ, കൂട്ടാതെ എഴുതുമ്പോൾ അങ്ങനെ. അതും ഇവിടെ എഴുതുക. ദറാജത്തുൻ, ജറത്തുൻ, ഫുർഷത്തുൻ. ഓക്കെ. പിന്നെയോ ലാമ്. ലാമ് 4 ഭാഗത്തും അല്ലേ, ആദ്യവും നടുവിലും അവസാനം ഒറ്റയ്ക്ക് വരുമ്പോഴും ഉള്ള രൂപം ഇവിടെ കൊടുത്തിരിക്കുന്നു. ലബിനുൻ, ഫുൽഫുലുൻ, അസലുൻ, മൻസിലുൻ. ഇനി ഇവിടെ എഴുതാനുള്ള വാക്കുകൾ എന്തൊക്കെയാണ്? ലഹമുൻ, സുല്ലമുൻ, ലൈലുൻ, ബുർത്തുഖാലുൻ. അതൊക്കെ ആദ്യം ഇവിടെ അടിയിൽ എഴുതുക, പിന്നെ മേലെ എഴുതുക. ഇനി നഖറ ഉൽ ഖിസ്സത്ത വനുറത്തിബു. നമുക്ക് കഥ വായിച്ചിട്ട് ക്രമീകരിക്കാം. ആദ്യം ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രം കൊടുത്തിരിക്കുന്നത് കാക്ക വേഴാമ്പലിൻ്റെ കൂട്ടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വേഴാമ്പലിന് ഭക്ഷണം കൊടുക്കുകയാണല്ലേ. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ ഉള്ളത്? കാക്ക വേഴാമ്പലിൻ്റെ കൂടിൻ്റെ ആ ഫുതുഹത്ത്, ആ ദ്വാരം കൊത്തി പൊട്ടിക്കുകയാണ്. പിന്നെയോ മൂന്നാമത്തെ ചിത്രത്തിൽ പൊട്ടിച്ചതിന് ശേഷം വേഴാമ്പലും കുട്ടികളും പുറത്തേക്ക് വന്നു. പിന്നെ അവർ കാക്കയുടെ കൂടെ പറന്നുപോയി. അത് 4ാമത്തെ ചിത്രം. അപ്പോൾ ഈ 4 ചിത്രങ്ങളുടെയും സെൻറ്റൻസുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും സെൻറ്റൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഒന്നാമത്തെ സെൻറ്റൻസ് വായിക്കാം. വായിക്കൂ. ത്വാറത്തിൽ ഉമ്മു വൽ അഫ്രാഹു മഅൽ ഖുറാബി. അമ്മക്കിളിയും കിളിക്കുഞ്ഞുങ്ങളും കാക്കയുടെ കൂടെ പറന്നു. ത്വാറത്ത് പറന്നു അല്ലേ. ത്വാറത്തിൽ ഉമ്മു അമ്മയും വൽ അഫ്രാഹു കുഞ്ഞുങ്ങളും ത്വാറത്ത് പറന്നു മഅൽ ഖുറാബി കാക്കയുടെ കൂടെ. അത് ഏതാണ് ചിത്രം? എത്രാമത്തെ ചിത്രമാണ്? 4ാമത്തെ ചിത്രമാണല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കോളത്തിൽ ത്വാറത്തിൽ ഉമ്മു എന്നുള്ളതിൻ്റെ വശത്തുള്ള ആ കള്ളിയിൽ ആ ചതുരത്തിൽ 4 എന്ന് നമ്പർ എഴുതുക. 4ാമത്തെ ചിത്രമായതുകൊണ്ട്. എന്നിട്ടിവിടെ ഈ ചിത്രത്തിൻ്റെ അടിയിൽ ആ സെൻറ്റൻസ് എഴുതുക. ത്വാറത്തിൽ ഉമ്മു വൽ അഫ്രാഹു മഅൽ ഖുറാബി എന്ന് എഴുതുക. അതാണ് 4ാമത്തെ സെൻറ്റൻസ്. ഇനി 2ാമത്തെ സെൻറ്റൻസ് വായിക്കാം. ഖറജത്തിൽ അഫ്രാഹു മഅൽ ഉമ്മി. കിളിക്കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം പുറത്തു വന്നു. ഖറജത്ത് പുറത്തു വന്നു, അൽ അഫ്രാഹു കിളിക്കുഞ്ഞുങ്ങൾ മഅൽ ഉമ്മി അമ്മയോടൊപ്പം. അത് എത്രാമത്തെ ചിത്രമാണ്? 3ാമത്തേതാണല്ലേ. അതുകൊണ്ട് ഇവിടെ ഈ കള്ളിയിൽ 3 എന്ന് എഴുതുക. എന്നിട്ടിവിടെ 3ാമത്തെ ചിത്രത്തിൻ്റെ നേരെ ഖറജത്തിൽ അഫ്രാഹു മഅൽ ഉമ്മി എന്ന് എഴുതുക. ഇനി അടുത്തത് അത്അമൽ ഖുറാബു അൽ ബൂഖീറ. ഖുറാബ് ബൂഖീറിന് ഭക്ഷണം നൽകി. അത്അമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകി. അത് 1ാമത്തെ ചിത്രമാണല്ലേ. അതുകൊണ്ട് ഇവിടെ 1 എന്ന് നമ്പർ ഇടുക. പിന്നെ ഈ കള്ളിയിൽ പിന്നെയോ ഇതിൻ്റെ നേരെ ചിത്രത്തിൻ്റെ നേരെ അത്അമൽ ഖുറാബു അൽ ബൂഖീറ എന്ന് എഴുതുക. ഇനി അവസാനമുള്ളത് കസ്സറൽ ഖുറാബു ഫുതഹത്ത തജ്വീഫി. കാക്ക പൊത്തിൻ്റെ ദ്വാരം പൊട്ടിച്ചു. അതേതാണ് ചിത്രം? അത് 2ാമത്തേതാണ് അല്ലേ. അതുകൊണ്ട് ഇവിടെ 2 എന്ന് നമ്പർ ഇടുക. എന്നിട്ട് ഇവിടെ കസ്സറൽ ഖുറാബു ഫുതഹത്ത തജ്വീഫി എന്ന് എഴുതുക. ഓക്കെ. ഇനി അൽ ഇംലാ. നമ്മളെ പാഠത്തിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് വാക്കുകൾ. ഒന്ന് തജ്വീഫ് പൊത്ത് അല്ലേ. പിന്നെ ബൂക്കീർ വേഴാമ്പൽ. പിന്നെ മിങ്കാർ. എന്താ മിങ്കാർ? കൊക്ക്. അതായത് പക്ഷികളുടെ കൊക്കിനാണ് മിങ്കാർ എന്ന് പറയുക. പിന്നെ ഹബ്ബ എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ടല്ലേ. എന്താ ഹബ്ബ? വീശി, കാറ്റടിച്ചു അല്ലേ, കാറ്റ് വീശി. റീഹുൻ കാറ്റ്. സഖത്വ വീണു. പിന്നെ പഠിച്ചത് ഫർഹുൻ കിളിക്കുഞ്ഞ്, പക്ഷിക്കുഞ്ഞിന് ഫർഹുൻ എന്ന് പറയും. പിന്നെയോ ഫുതഹത്തുൻ ദ്വാരം അല്ലേ, ഓപ്പണിങ്, ഒരു കൂട്ടിലേക്കൊക്കെ കയറാനുള്ള ചെറിയ ദ്വാരം. അങ്കത രക്ഷപ്പെടുത്തി. ഇത്ര ഒരുപാട് വാക്കുകൾ ഇനിയും പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ കൂടെ അമാമ മുമ്പിൽ, വറ പിന്നിൽ, ഫൗക്ക മേലെ, തഹത്ത താഴെ ഈ വാക്കുകളും പഠിച്ചു. ഓക്കെ. ഇതോടെ 4ാമത്തെ യൂണിറ്റിലെ മുഴുവൻ ആക്ടിവിറ്റീസും കഴിഞ്ഞു.